അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്കായുള്ള കൂട് അരുൺ സഖറിയെ പരിശോധിച്ച ശേഷം ദൌത്യം തുടങ്ങുമെന്ന് വാഴച്ചാൽ DFO ലക്ഷ്മി. കുങ്കി ആനകൾ അടുത്ത ദിവസം തന്നെ എത്തും. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു വരികയാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും DFO മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അരുൺ സഖറിയ ഡോക്ടർ വന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് കൂടിൻ്റെ ഒരു ബലക്ഷമത പരിശോധിച്ചിട്ട് ശേഷം ഇവിടെ വന്ന് ആനയൊന്ന് കണ്ടിട്ട് ആനയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം അത് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ടീം വരണം. കുങ്കിയൊക്കെ ആയിട്ടുള്ള ടീം വന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആനയ്ക്ക് ചികിത്സയ്ക്കായിട്ടുള്ളത് എന്തായാലും വേണ്ടി വരും. കാരണം ഇനി ഒരു തവണയും കൂടെ നമുക്ക് ഇതിനെ ചികിത്സിച്ച് വിടാൻ പറ്റില്ല. ഇനി എന്തായാലും തുടർ ചികിത്സ തന്നെ നൽകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുങ്കിയാനകളെ കൊണ്ടുവരും. അതേസമയം ആന ഇന്നും പ്ലാന്റേഷൻ എണ്ണപ്പന തോട്ടത്തിലെത്തി. തോട്ടത്തിനകത്ത് നിൽക്കുന്ന ആനയുടെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നു. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദൗത്യ സംഘത്തിന്റെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയായിരിക്കും? മോത്തി, എണ്ണപ്പനത്തോട്ടത്തിൽ തന്നെ ആന നിലവിലുണ്ട്. നമുക്ക് പുറകിൽ കാണുന്നത്, അതായത് കുറച്ച് അകലെയാണ്, അത്യാവശ്യം ഒരു 10-200 മീറ്റർ അപ്പുറത്താണ് ആന നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നതിനേക്കാൾ അതായത് എണ്ണപ്പനത്തോട്ടത്തിൽ തന്നെ അകത്ത് തന്നെ ആന നിൽക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ആന ഈ മേഖലയിൽ തന്നെ ഉണ്ട്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഈ മേഖലയിൽ തന്നെ ഉണ്ട്. അല്പസമയം മുമ്പാണ് വാഴച്ചാൽ DFO അടങ്ങുന്ന സംഘം ഇവിടെ എത്തി ഈ അരുൺ സഖറിയയുടെ അദ്ദേഹവുമായി സംസാരിക്കുന്നതിന് വേണ്ടിയും മറ്റുമായി മലയാറ്റൂരിലേക്ക് പോയിരിക്കുന്നത്. അവിടെ കൂട് പരിശോധിക്കുകയാണ് പ്രധാനമായും ചെയ്യുന്നത്. ഈ ആനയ്ക്ക് ഇവിടെ നിന്നും ആനയെ പിടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ ഈ ആനയ്ക്ക് ചികിത്സ നൽകുന്നതിന് വേണ്ടി അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ആനയ്ക്ക് പാർപ്പിക്കാനുള്ള കൂട്, ആ കൂടിൻ്റെ ഒരു ബലം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഇന്ന് ആദ്യം പരിശോധിക്കുന്നത്. കോടനാടുള്ള അഭയാരണ്യത്തിലാണ് ആ കൂട് നിലവിലുള്ളത്. നേരത്തെ അരിക്കൊമ്പന് വേണ്ടി നിർമ്മിച്ച കൂടായിരുന്നു. അരിക്കൊമ്പന് പക്ഷേ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ആ കൂട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. മാറ്റുകയൊന്നും തന്നെ ചെയ്തിരുന്നില്ല. ഇപ്പോൾ ആ കൂട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഈ ഡോക്ടർ അരുൺ സഖറിയുടെ സംഘം തന്നെയായിരുന്നു ആ കൂടും നേരത്തെ നിർമ്മിച്ചിരുന്നത്. ആ നിർമ്മിച്ച അതേ സംഘം തന്നെ എത്തി അതിൻ്റെ ബലം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുകയാണ്. ഇനി ആ കൂട് തന്നെ ഓക്കെ ആണ് എങ്കിൽ അതിന് ബലം ഈ ആനയെ കൊണ്ട് അവിടെ എത്തി ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും അതിലുണ്ട് എങ്കിൽ അതിൽ തന്നെ എത്തിച്ചായിരിക്കും. അതായത് തൊട്ടടുത്ത ദിവസം തന്നെ, പറ്റുമെങ്കിൽ നാളെ തന്നെയോ ഈ ദൗത്യം ആരംഭിക്കുമെന്നുള്ളതാണ് അല്പസമയം മുമ്പ് വാഴച്ചാൽ DFO നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ആ ഒരു അരുൺ സഖറിയുടെ പരിശോധന കഴിഞ്ഞാൽ നേരെ അദ്ദേഹം അടങ്ങുന്ന സംഘം ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടേക്ക് എത്തി ആനയുടെ നിലവിലത്തെ ആരോഗ്യസ്ഥിതി പരിശോധിക്കും. നേരത്തെ ഒരു മയക്കുവെടി വെച്ചതിനാലും അതിൻ്റെ ആൻറ്റിഡോട്ട് കൊടുത്തതിനാലും ആനയുടെ ശരീരത്തിൽ നിന്നും അതിൻ്റെ ആ മരുന്നിൻ്റെ അംശങ്ങളും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു ശരീരത്തിൻ്റെ ഒരു സാധാരണഗതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ച് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും മയക്കുവെടി വെക്കുകയാണെങ്കിൽ അതൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ആനയ്ക്ക് ചികിത്സ നൽകേണ്ട അനിവാര്യമായൊരു കാര്യമായതിനാൽ തന്നെ വീണ്ടും മയക്കുവെടി വെച്ച് കൊണ്ടുപോകുമെന്നുള്ളത് തന്നെയാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മറ്റ് കാര്യങ്ങളിലൊന്നും തന്നെ ഒരു കൺഫ്യൂഷനൊന്നുമില്ല. ഇന്ന് അരുൺ സഖറിയ ആ കൂട് പരിശോധിക്കുന്നു. കൂട് അത് പര്യാപ്തമല്ല എങ്കിൽ മറ്റൊരു കൂട് പണിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ കൂട് എന്തായാലും അതിനു വേണ്ടിയുള്ള തടിയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ തൃശ്ശൂരിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് DFO വ്യക്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും കൂട് നിർമ്മിക്കണമെങ്കിൽ കുറച്ച് ദിവസം ദൗത്യം നീളും.